മേഘ, ഓരോ പുതിയ ദിവസം വരുന്തോറും നമ്മുടെ വിവാദ നായകന്റെ പുതിയ വിശേഷങ്ങൾ പുറത്തു വരികയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ കാഫർ സ്ക്രീൻഷോട്ടിൽ ആദ്യം അകത്തകയും പിന്നീട് 18 ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയ ജിതിൻ ഭാസ്കറിന്റെ കാര്യമാണ്. ഇന്നലെ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. 200 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് ഞാൻ ഈ ഒരു കാഫർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തു എന്ന് കാണിച്ചെങ്കിൽ അവന് ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്ന് മാസ് ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിരുന്നു ജിതിൻ ഭാസ്കർ. പക്ഷേ ഇപ്പോൾ അവസാനമായി ഒരു ഓഡിയോ സന്ദേശം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ ആട് സിനിമയുടെ ഫസ്റ്റ് പോസ്റ്റർ ഉണ്ടല്ലോ, അതിൽ ചെമ്പ വിനോദിന്റെ ക്യാരക്ടർ സർബത്ത് ഷമീറിന്റെ അടുത്ത് വലിയ വിപ്ലവം പറഞ്ഞിട്ട് അവസാനം എന്നെ തല്ലിക്കൊല്ലേ ഷമീർ സാറേ എന്ന് പറയുന്ന ഒരു സീനില്ലേ, അതാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. കാരണം സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ഞാനല്ല, പക്ഷെ ഷെയർ ചെയ്തത് ഞാനാ എന്നാണ് ജിതിൻ ഭാസ്കറിന്റെ മൊഴി. അതെ, ഈ വാർത്ത പുറത്തു വരുന്നത് ഒരു 7 മണിയോട് കൂടിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, അപ്പൊ 18 ദിവസമൊക്കെ ജയിലിൽ കിടന്നിട്ട് പുറത്തു വന്നൊരു പ്രതിയല്ല, ഒരു വ്യക്തി. ആ വ്യക്തി സ്വാഭാവികമായിട്ട് അടുത്ത കുറച്ച് നാൾ ക്ഷീണത്തിന്റെ പുറത്തൊക്കെ ലേറ്റ് ആയിട്ടായിരിക്കുമല്ലോ എണീക്കുന്നത്. ഒരു 10 മണിക്കൊക്കെ ഉറക്കണീറ്റ് വരുന്ന ജിതിൻ ഈ വാർത്ത കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനോവിഷമത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയായിരുന്നു ഇവിടെ കോലാഹലങ്ങൾ. നിങ്ങൾ കാണിച്ചു തരൂ, നിങ്ങൾ 200 പേർക്കല്ല, പോട്ടെ 10 പേർക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചതിന്റെ തെളിവ് നിങ്ങൾ എടുക്കൂ. കോൺഗ്രസ്സുകാരെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എനിക്കൊന്ന് കോൺഗ്രസ്സുകാരെന്നത് മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ല, ഇവനൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാറിന്റെ ശബ്ദ സന്ദേശം തന്നെ പുറത്തു വരുന്നത്. അത് ഷെയർ ചെയ്തു അല്ല, ഞാനല്ലല്ലോ ഉണ്ടാക്കിയത്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ ശബ്ദ സന്ദേശമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസിലെ പ്രതി ഗ്രൂപ്പ് ചാറ്റുകളിൽ ഒക്കെ ഇങ്ങനെ ഓഡിയോ മെസ്സേജ് അയക്കുമ്പോൾ വാട്സാപ്പ് വൺസ് വ്യൂവിലും വൺസ് പ്ലേ ചെയ്യാനുള്ള ഓഡിയോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും ഈ ജയിലിൽ പോകുന്നതിന് മുമ്പല്ലേ ഈ അപ്ഡേറ്റ് ഒക്കെ വാട്സാപ്പിൽ വന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏത് വാട്സാപ്പ് ഗ്രൂപ്പും, അത് പറഞ്ഞ SFIയുടെ ആയിക്കോട്ടെ, DYFIയുടെ ആയിക്കോട്ടെ, CPMന്റെയോ CPIയുടെയോ കോൺഗ്രസിന്റെയോ KSUവിന്റെയോ ആരുടെയോ ആണെങ്കിലും എല്ലാ ഗ്രൂപ്പിലും ചോർച്ചയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഒരു ഗ്രൂപ്പും ചോർച്ചകൾക്ക് അതീതമല്ല. നമ്മൾ പണ്ട് കോളേജ് പൊളിറ്റിക്സിലൊക്കെ നിൽക്കുമ്പോൾ ഗ്രൂപ്പിൽ എന്ത് പറഞ്ഞാലും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ഗ്രൂപ്പിൽ പറയുന്ന കാര്യങ്ങൾ നാളെ അങ്ങാടിപ്പാട്ട. അതെ, അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണെങ്കിലും സ്വാഭാവികമായിട്ട് ഗ്രൂപ്പിലൊക്കെ പോയി പറഞ്ഞ വലിയ മണ്ടത്തരമായി പോയി. ഇനി കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടില്ല, 10 പേർക്ക് അയച്ചതിന്റെ തെളിവൊന്നും വേണ്ട, സാറ് തന്നെ അയച്ചതിന്റെ തെളിവ് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്ന് അന്വേഷണ സംഘത്തിന് കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി. മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്, മൊഴി പുറത്തു വിടണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതി വിടുമ്പോൾ ഒരു മിനിമം കോമൺ സെൻസ് വെക്കണം. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു ഓർമ്മ വെച്ചിട്ട് വേണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ. അതെ, കഴിഞ്ഞ പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പാർട്ടിയോട് മിണ്ടരുതെന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഇത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് CPM പറഞ്ഞ പൊന്നുമോനെ ഇജ്ജ് വാ തുറക്കരുത്. കറക്റ്റ്. പാർട്ടിക്ക് അറിയാമായിരുന്നു, തീർന്നു, ഇത് മൊത്തം നമ്മുടെ തലയിൽ ഇരിക്കും എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ പൊട്ടിച്ച പടക്കം നേരെ ഇടത് പാളയത്തിൽ തന്നെ പോയി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഊരാൻ ശ്രമിച്ചത് വലിയ കുടുക്കിലേക്ക് വീണ്ടും പോയി എന്ന് പറയുന്ന പോലെയാണ് ഈ പറഞ്ഞ ജിതിൻ ഭാസ്കറിന്റെ കാര്യം. അപ്പോൾ ഉറപ്പിച്ചു, ജിതിൻ ഭാസ്കർ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചോദ്യം ഇത് തന്നെയായിരുന്നു, ഇയാളുടെ ഫോണിൽ ഇതിന്റെ തെളിവുകളുണ്ട്, നിങ്ങൾ എന്തിനു ഫോൺ റീസെറ്റ് ചെയ്തു, 200-ലധികം പേർക്ക് നിങ്ങൾ അയച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ ജിതിൻ ഭാസ്കർ തന്നെ പറയുന്ന ഇതിന്റെ അകത്ത് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ. 280-ലധികം കോൺഗ്രസ്സുകാരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാറ്റ് ഉണ്ട്. ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ പറയൂന്നാണ്. അപ്പോൾ നമുക്ക് കണക്കുകൾ കൃത്യമായി 200-ലധികം പേർക്ക് അയച്ചു എന്ന് പോലീസ് പറയുന്നു. ആ പോസ്റ്റിൽ പറഞ്ഞതും ഈ വോയിസ് ക്ലിപ്പും തമ്മിൽ സിങ്ക് ആയിട്ടുണ്ട്. കാര്യങ്ങൾ വ്യക്തമായി സിങ്ക് ആയിട്ടുണ്ട്. അപ്പൊ ജിതിൻ ഭാസ്കറിനുള്ള ചായയും പരിപ്പോടെയും ഉടനെ റെഡിയാവുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞ ജാമ്യ വ്യവസ്ഥകൾ പോലും ലംഘിച്ചു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. ഇനി മെയിൻ പോയിന്റിലേക്ക് വരികയാണ്. വടകര കാഫർ സ്ക്രീൻഷോട്ട് കേസ്. കുറെ നാൾ കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ അവിടുത്തെ ശരിക്കും പറഞ്ഞ മുസ്ലിം നാമധാരികളെ എന്ന് വേണം പറയാൻ. ഇപ്പോൾ മുസ്ലിം ലീഗിനെ മാത്രമല്ല അവർ പറഞ്ഞത്, മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം ഇതിൽ വേട്ടയാടപ്പെട്ട കുറേയധികം മനുഷ്യനുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ പറയേണ്ടത് നമ്മുടെ കാസിം എന്ന MSF പ്രവർത്തകരെയാണ്. ഇവരെല്ലാം വേട്ടയാടിക്കൊണ്ടിരുന്ന ഇവർക്ക് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ പറഞ്ഞ കേസിന്റെ ഇപ്പോഴത്തെ ഗതി എന്ന് പറയുന്നത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ CPM
എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഇതിൽ കുടുങ്ങുകയാണെങ്കിൽ, ഇതിൽ അവരുടെ പേര് വരികയാണെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര രൂക്ഷമായിരിക്കും. വരാതിരിക്കട്ടെ. ഇപ്പൊ കെ ശൈലജ ടീച്ചർ അറിഞ്ഞുകൊണ്ടല്ല ഇത് നടന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അവരെ പോലുള്ള സമുന്നതരായ നേതാക്കൾ ഇത്തരത്തിലൊരു വൃത്തികേട് ചെയ്യാൻ ഇവർക്ക് കൂട്ടുനിൽക്കുമെന്ന് കേരള ജനത വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ജനം അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു കേസിലേക്ക് കെ ശൈലജ പോലുള്ള മുതിർന്ന സഖാക്കളുടെ പേര് ആഡ് ചെയ്യപ്പെടരുത് എന്നാണ് പൊതുജനങ്ങളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ എം വി ഗോവിന്ദൻ അറിഞ്ഞിരുന്നു, പിണറായി വിജയൻ സാർ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന കോളിളക്കം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും കേസ് കൃത്യമായി തന്നെ മുന്നോട്ട് പോട്ടെ. ഈ പറഞ്ഞ റിബേഷിൽ നിന്ന് നമ്മുടെ ജിതിൻ ഭാസ്കറിലേക്ക് കേസ് എത്തിയതുപോലെ ഇതിന്റെ തുടക്കത്തിൽ, ഇതിന്റെ ഉത്ഭവത്തിൽ എവിടെയാണ് ഇത് തുടങ്ങിയത്, ഇതിന്റെ ഈ പോസ്റ്റിന്റെ ഉറവിടം എവിടെയാണ്, ആരുടെയെങ്കിലും ഫോണിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട് ആണല്ലോ, വ്യാജമായി നിർമ്മിച്ച ഒരു സ്ക്രീൻഷോട്ടാണ്. അവിടം വരെ അന്വേഷണം എത്തണം. എന്നിട്ട് ഇതിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ആരാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ ആഷിഖ്. ഈ ജിതിൻ ഭാസ്കറിനെയാണ് CPM മാലയിട്ട് സ്വീകരിച്ചത്. പാർട്ടിക്ക് എന്തൊരു നാണക്കേടാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇയാൾക്ക് ഇപ്പോ ഈ പറഞ്ഞതുപോലെ സവാദിന് മാലയിട്ടതും ഇയാൾക്ക് മാലയിട്ടതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? സവാദൊക്കെ മാറി നിൽക്കട്ടെ, ഈ ഗോവിന്ദച്ചാമിയെ ആരാധിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലുള്ള ഒരു മനോവ്യാപാരം ഉള്ളവരാണ്. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിചാരിക്കുന്നവരാണ് ഈ ഒരു ജിതിൻ ഭാസ്കറിന് മാലയിട്ട് സ്വീകരിച്ചതിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ 2 വർഷത്തോളം ഒരു നിരപരാധിനെ വേട്ടയാടി, കണ്ണിച്ചോറില്ലാതെ ഒരു നിരപരാധിയെ വേട്ടയാടിയിട്ട് ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ ഈ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ തയ്യാറെടുപ്പ് നടത്തിയവരെ, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചവരെ സപ്പോർട്ട് ചെയ്യുന്ന ആ പാർട്ടി എത്രമാത്രം ഈ കേരളത്തിൽ അതപ്പതിച്ചു. ഇനി ആ കേരളത്തിൽ ഈ ഒരു ഇതുപോലൊരു പാർട്ടി, അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ തന്നെ ഇതുപോലുള്ളവർക്ക് അംഗത്വം കൊടുക്കണോ? ഈ പറഞ്ഞ പാർട്ടിയുടെ മൂല്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള മൂല്യശുദ്ധി സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിലൊരു വിഭാഗം കുറച്ചുപേർ മാത്രം ചേർന്ന് ചെയ്തൊരു ചെയ്തിയാണിത്. പാർട്ടി ഒന്നടങ്കം ഇത് അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം ഇപ്പോൾ ഏതൊരു പാർട്ടിയിലാണെങ്കിലും ഈ പറഞ്ഞ പുഴുക്കുത്തുകൾ ഉണ്ടാകും, ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ നേതൃത്വം അവരെ തിരുത്താൻ തയ്യാറാകണം. തെറ്റ് ചെയ്തു എന്ന് ഉറപ്പായാൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന രീതി അത് മാറേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ DYFI അല്ലെങ്കിൽ CPM-ലെ യുവാക്കൾ അടങ്ങുന്ന ഒരു വലിയൊരു സംഘടനയാണ്. ഈ യുവാക്കളുടെ ഉള്ളിലും ഇതുപോലെ ഒരു വർഗീയത ഉണ്ട്, അല്ലെങ്കിൽ വർഗീയത ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. ഇവരെല്ലാമാണല്ലോ നമ്മുടെ കേരളത്തിലെ പുരോഗമനത്തിനും അല്ലെങ്കിൽ താഴ്ന്നവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും സമത്വം വേണമെന്ന മുദ്രാവാക്യവുമായി നടക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. അതെ, ഈ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ് ഇത് വർഗീയതയ്ക്ക് കുടപിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് BJP ആണ് വർഗീയ പാർട്ടിയാണ്. അപ്പോൾ ഈ വർഗീയതയ്ക്ക് കുടപിടിക്കാൻ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പോൾ വർഗീയ പാർട്ടിയായി അവരോധിക്കേണ്ടത് അവരെയാണോ നിങ്ങളെയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും.